ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ദൈവോന്മുഖ കുർബാന വേണ്ട, അതല്ല ശരി എന്ന് വ്യക്തമാക്കാനുള്ള ഒരു തത്രപ്പാടിൽ കാര്യമറ്റച്ചൻ മൽപ്പാനച്ചൻ പറയുന്ന മറ്റൊരു വാക്കിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം. സ്വർഗാരോഹണ വേളയിൽ മുകളിലേക്ക് നോക്കി നിന്ന ശിഷ്യന്മാർ കരുതി ഗുരു തങ്ങളിൽ നിന്ന് അകന്നു പോയെന്ന്. സ്വർഗാരോഹണത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഈ പ്രതീതി ജനിപ്പിക്കുന്നതാണ്. അതായത് സ്വർഗോന്മുഖമായി നിൽക്കേണ്ട കാര്യമില്ല, മുകളിലേക്ക് നോക്കി നിൽക്കേണ്ട കാര്യമില്ല. കാരണം സ്വർഗാരോഹണ വേളയിൽ മുകളിലേക്ക് നോക്കുന്ന ശിഷ്യന്മാർ കരുതി ഗുരു തങ്ങളിൽ അകന്നു പോയെന്ന്. സ്വർഗാരോഹണത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഈ പ്രതീതി ജനിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആര്? മൽപ്പാനച്ചൻ. അതിന് അദ്ദേഹം ഉപയോഗിക്കുന്ന രണ്ട് ടെക്സ്റ്റുകൾ ലൂക്ക 24:51 നടപടി 1:6-11 വരെ വാക്യങ്ങളുമാണ്. എനിക്ക് തോന്നുന്നു മൽപ്പാനച്ചന് വലിയ തെറ്റ് പറ്റിയിരിക്കുന്നു. ഗുരു തങ്ങളിൽ നിന്ന് അകന്നു പോയെന്ന് ശിഷ്യന്മാർക്ക് തോന്നിയോ? തോന്നിയില്ല, മറിച്ചാണ്. നമുക്ക് ഈ മൽപ്പാനച്ചൻ പറയുന്ന വാക്കുകൾ തന്നെ നമുക്കൊന്ന് കേൾക്കുക. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം അവസാനത്തെ വാക്കുകൾ. അവൻ അവരെ ബഥാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അനുഗ്രഹിച്ചു കൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു. അവർ അവനെ ആരാധിച്ചു. അത്യന്തം ആഹ്ലാദത്തോടെ യെരൂസലേമിലേക്ക് മടങ്ങി. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. മൽപ്പാനച്ചൻ പറയുന്നത് ഗുരു തങ്ങളിൽ നിന്ന് അകന്നു പോയി എന്ന് അവർക്ക് തോന്നിയെന്നാണ്. ഇവിടെ നമ്മളെന്താ വായിക്കുന്നത്? മറിച്ചാണ് വായിക്കുന്നത്. അവർ അവനെ ആരാധിച്ചു, അത്യന്തം ആഹ്ലാദത്തോടെ യെരൂസലേമിലേക്ക് മടങ്ങി. തീർച്ചയായിട്ടും ഈ ഉപസംഹാരം നമ്മെ വിസ്മയിപ്പിക്കുന്നുണ്ട്. കർത്താവിന് എന്നേക്കുള്ള വിടവാങ്ങലിൽ ശിഷ്യന്മാർ ആഹ്ലാദത്തിന്റെ നിറവിലായിരുന്നുവെന്നാണ് ലൂക്കാസ് പറയണേ. നേരെ വിപരീതം നമ്മൾ പ്രതീക്ഷിക്കുക. ശിഷ്യന്മാർ പരിഭ്രാന്തരും ദുഃഖഭാവമുള്ളവരുമായി കാണപ്പെടുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുക. അങ്ങനെയാണ് മൽപ്പാനച്ചൻ പറയുന്നത്. ലോകം ഒരു മാറ്റവുമില്ലാതെ നിൽക്കുന്നു. യേശുവാകട്ടെ എന്നേക്കുമായി വിടവാങ്ങി. അതേസമയം തങ്ങൾക്ക് നിർവഹിക്കാൻ അസാധ്യമെന്ന് തോന്നിച്ച ഒരു ദൗത്യം അവർ സ്വീകരിച്ചിട്ടുണ്ട്. യെരൂസലേമിൽ ജനങ്ങളുടെ മുമ്പിലും ഇസ്രായേലിന്റെ മുമ്പിലും സകല ലോകത്തിന്റെ മുമ്പിലും സ്വയം എഴുന്നേറ്റ് നിന്ന് പരാജയമടഞ്ഞു തോന്നിക്കുന്ന ഈ യേശു നമ്മയെല്ലാം വീണ്ടെടുത്തു എന്ന് അവരെങ്ങനെയാണ് പറയുക? ഇതൊക്കെ അവരെ പേടിപ്പിക്കേണ്ട സംഗതികളാണ്. വാസ്തവത്തിൽ എല്ലാ വേർപാടുകളും ദുഃഖമുളവാക്കുന്നതാണ്. പക്ഷേ ഇവിടെ യേശുവിന്റെ വേർപാട് ശിഷ്യന്മാർക്ക് ദുഃഖമുളവാക്കുന്നില്ല. യേശു എന്നേക്കുമായിട്ട് വിടവാങ്ങി പോകുമ്പോൾ ശിഷ്യന്മാർ ദുഃഖിക്കേണ്ടതല്ലേ? വിടവാങ്ങലെല്ലാം വേർപാടുകളെല്ലാം ദുഃഖമുളവാക്കുന്നതല്ലേ? എന്നാൽ ഇവര് ഈ യേശുവിന്റെ സുനിശ്ചിതമായ വിയോഗം, വേർപാട് ശിഷ്യന്മാരിൽ ദുഃഖം ഉളവാക്കുന്നില്ല. മറിച്ചാണ് ലൂക്ക പറയുന്നത്. അവർ അത്യന്തം ആഹ്ലാദത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് യെരൂസലേമിലേക്ക് മടങ്ങിപ്പോയി. അത്യന്തം ആഹ്ലാദത്തോടെ. ഈ ക്രിസ്തു എന്ന് പറഞ്ഞ യേശുവിന് ശല്യം ഒഴിഞ്ഞത് കൊണ്ടാണോ ഈ ആഹ്ലാദം? അല്ല. പിന്നെന്താണ്? തങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടുവെന്ന് ശിഷ്യന്മാർക്ക് തോന്നിയില്ല. ഗുരു തങ്ങളിൽ അകന്നു പോയെന്ന് അവർക്ക് തോന്നിയില്ല. തങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നുവെന്നും തോന്നിയില്ല. മൽപ്പാനത്തിന് തെറ്റുപറ്റിയിരിക്കുന്നു. ചെന്നെത്താൻ കഴിയാത്ത ദൂരത്തുള്ള ഒരു സ്വർഗത്തിലേക്ക് യേശു മറഞ്ഞു കഴിഞ്ഞു എന്നുമല്ല അവർക്ക് തോന്നിയത്. അവർ കരുതിയില്ല. യേശുവിന്റെ പുതിയ തരത്തിലുള്ള സാന്നിധ്യത്തെക്കുറിച്ച് അവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. കർത്താവ് തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞതുപോലെ നവീനമായതും ശക്തമായതുമായ രീതിയിൽ അവനിപ്പോൾ അവർക്ക് സമീപസ്ഥനാണ്. അവർക്ക് ഉറപ്പുണ്ടത്. ഞാൻ എന്നും ലോകാവസാനം വരെ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. നമുക്ക് സ്വാഭാവികമായിട്ടും ചോദിക്കാം, അപ്പോൾ ഇത് യേശു മനുഷ്യനായി വന്നു, മരിച്ചു, ഉത്ഥാനം ചെയ്തു. അതിനു മുമ്പ് ദൈവത്തിൻ്റെ സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടായിരുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ യേശു എന്താ പറയുന്നത്? ഞാൻ എന്നും ലോകാവസാനം വരെ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? യേശുവിൻ്റെ മരണത്തിനും ഉത്ഥാനത്തിനും മുമ്പും ദൈവം ലോകത്ത് സന്നിഹിതമായിരുന്നില്ലേ? അതും മനുഷ്യാവതാരത്തിന് ശേഷവുമുള്ള സാന്നിധ്യത്തിന്റെ വ്യത്യാസം എന്ത്? പെന്തക്കോസ്ത ദൈവസഭക്കാർക്ക് മനസ്സിലാകില്ല. കാരണം അവർക്ക് ഈ വ്യത്യാസം അറിയില്ല. ഉത്ഥാനത്തിന് മുമ്പും ഉത്ഥാനത്തിന് ശേഷവും ദൈവത്തിന്റെ ഭൂമിയിൽ സാന്നിധ്യം വ്യത്യാസമുണ്ട്.
ഉത്ഥാനത്തിന് മുമ്പ് ദൈവം സർവ്വവ്യാപിയായിരുന്നു. പക്ഷെ അതിനുശേഷമല്ല, ഉത്ഥാനത്തിന് ശേഷമുള്ള ആ സാന്നിധ്യം, ലോകത്തുള്ള ദൈവത്തിന്റെ സാന്നിധ്യം മൂർത്തമായ രൂപത്തിലാണ്. എല്ലാ മനുഷ്യരിലും ഉള്ളതുപോലെയാണോ ക്രിസ്തുവിന്റെ സാന്നിധ്യം കത്തോലിക്കരിലുള്ളത്? ആണോ? അല്ലല്ലോ. നമ്മൾ ക്രിസ്തുവാകുന്ന മുന്തിരിവള്ളിയിലേക്ക്, അവന് തുറന്നു കിടക്കുന്ന പാർശ്വത്തിലേക്ക് ഒട്ടിച്ചു ചേർക്കപ്പെട്ടവരാണ്. റോമാലേഖനം 11-ാം അധ്യായം. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, നിങ്ങൾ ശാഖകള്. നമ്മൾ എപ്പോഴാണ് ക്രിസ്തുവിന്റെ ശാഖയായത്? മാമോദിസായില് അവന്റെ പാർശ്വത്തിലേക്ക്, തുറന്നു കിടക്കുന്ന പാർശ്വത്തിലേക്ക് അവിടെ നിന്നൊഴുകിയ ജീവരക്താലും അവിടെ നിന്നൊഴുകിയ ജീവരക്തത്താലും ഒട്ടിച്ചു ചേർക്കപ്പെട്ടപ്പോൾ. അതുകൊണ്ട് ക്രിസ്തുവും ക്രിസ്ത്യാനിയും തമ്മിൽ ഒന്നായി തീർന്നിരിക്കുന്നു. അവന്റെ മരണത്തോടും ഉത്ഥാനത്തോടും നമ്മൾ താതാത്മ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള കത്തോലിക്കൻ പുഴയിലോ ഒഴുകുന്ന വെള്ളത്തിലോ മാമോദിസ സ്വീകരിച്ചവനല്ല. യേശുവിന്റെ പാർശ്വത്തിൽ നിന്ന് ഒഴുകുന്ന ജീവജലത്തിൽ മാമോദിസ സ്വീകരിച്ചവനാ. അവന്റെ പാർശ്വത്തിലേക്ക് ഒട്ടിച്ചു ചേർക്കപ്പെട്ടവനാണ്. അങ്ങനെയുള്ള കത്തോലിക്കൻ സാധാരണ മറ്റു മനുഷ്യരുടെ ശരീരം പോലെയാണോ കത്തോലിക്കന്റെ ശരീരം? ആ ശരീരത്തിലേക്കല്ലേ കർത്താവ് ഈശോമിശിഹ ജീവരക്തങ്ങളായി വരുന്നത്. ശരീരവും മാംസവും രക്തവുമായിട്ട് വരുന്നത്. നമ്മുടെ ശരീരത്തിലല്ലേ അവന്റെ മാംസവും രക്തവും ലയിച്ച് ചേരുന്നത്? ആത്മാവിൽ മാത്രമാണോ? ശരീരത്തിലുമല്ലേ? നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. നമ്മളുടെ ശരീരം കർത്താവിന് ജീവിക്കുന്ന സക്രാരിയാണ്. അപ്പോൾ കത്തോലിക്കരുടെ ഉള്ളിലും അകത്തോലിക്കരുടെ ഉള്ളിലും യേശുവിന്റെ സാന്നിധ്യം വ്യത്യസ്തമാണ്. കത്തോലിക്ക പള്ളിയിലും പുറത്തും യേശുവിന്റെ സാന്നിധ്യം വ്യത്യാസമുണ്ട്. അപ്പൊ ഞാൻ എന്നും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കുമെന്ന് പറയുന്നത് ഒരു മൂർത്തമായ രൂപത്തിലാണ്, കൂദാശകളുടെ രൂപത്തിൽ. അല്ലെങ്കിൽ ഈ മനുഷ്യാവതാരം കൊണ്ട് എന്ത് പ്രയോജനം? മനുഷ്യാവതാരത്തിന് മുമ്പ് ദൈവം ഭൂമിയിൽ ഉണ്ടായിരുന്ന പോലെ തന്നെയാണ് മനുഷ്യാവതാരത്തിന് ശേഷം ദൈവം ഭൂമിയിലെങ്കിൽ എന്ത് വ്യത്യാസമാണ് ഈ മനുഷ്യാവതാരം കൊണ്ടുവന്നത്? വാസ്തവത്തിൽ കുർബാൻ എന്ന് പറയുന്നത് മനുഷ്യാവതാരം ലോകാവസാനം വരെ പെർപെച്യുവേറ്റ് ചെയ്യുന്നതാണ്. ഒന്നുകൂടി മനസ്സിലാക്കാം. മനുഷ്യാവതാരം ലോകാവസാനം വരെ തുടർന്നു കൊണ്ടുപോകുന്നതാണ് വിശുദ്ധ കുർബാന. മനസ്സിലാക്കാൻ ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാം. അന്ന് കർത്താവ് ഭൂമിയിൽ മനുഷ്യർ ജീവിച്ചിരുന്ന സമയത്ത് അവർ നോക്കിയപ്പോൾ അവർ കണ്ടതൊരു മനുഷ്യനെ അല്ലേ? ദൈവമാണെന്ന് കാണിക്കാവുന്ന എന്തെങ്കിലും ഒരു ലക്ഷണം ഉണ്ടായിരുന്നോ? ഒരു പ്രാവശ്യം കടലിന്റെ മീതെ നടന്നിട്ടുണ്ട്, ശിഷ്യന്മാർ കണ്ട് പേടിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം 3 പേർക്ക് ഒരല്പനേരത്തേക്ക് അവന്റെ മനുഷ്യത്വം എന്ന് പറയുന്ന തിരശ്ശീല പൊക്കിയിട്ട് അവന്റെ ദൈവത്തെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് രൂപാന്തരി ഭാവത്തിൽ. മറ്റെവിടെയെങ്കിലും യേശു ദൈവമാണെന്ന് കണ്ടാൽ മനുഷ്യനാണ്, അവൻ ദൈവമാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്ന വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ അവന്റെ മനുഷ്യത്വം എന്ന തിരശ്ശീലയിൽ മറഞ്ഞിരുന്നു കൊണ്ടാണ് അവൻ ദൈവമായിട്ട് വന്നത്. ഇപ്പോ തിരുവോസ്തി അത് നോക്കുമ്പോൾ ഒരു അപ്പമാണ്. അത് കർത്താവാണെന്ന് വിശ്വസിക്കണമെങ്കിൽ അന്ന് യേശു ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ആ മനുഷ്യൻ ദൈവമാണെന്ന് വിശ്വസിക്കാൻ എന്തുമാത്രം വിശ്വാസത്തിന്റെ വെല്ലുവിളി ഉണ്ടായിരുന്നോ അത്ര തന്നെ വെല്ലുവിളിയുണ്ട് ഈ തിരുവോസ്തി യേശു ക്രിസ്തുവാണെന്ന് വിശ്വസിക്കാൻ. ആ വിശ്വാസത്തിന്റെ വെല്ലുവിളി സ്വീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പ്രൊട്ടസ്റ്റന്റുകാർ കത്തോലിക്ക സഭ വിട്ടുപോയത്, പെന്തക്കോസ്തക്കാർ ദൈവസഭ വിട്ടുപോയത്, കത്തോലിക്ക സഭ വിട്ടുപോയത്, ദൈവസഭക്കാർ കത്തോലിക്ക സഭ വിട്ടുപോയത്, യഹോവ സാക്ഷികൾ വിട്ടുപോയത്. അന്ന് ജീവന്റെ അപ്പത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ കുറേ പേര് കർത്താവിനെ ഉപേക്ഷിച്ച് പോയില്ലേ? അവരാണ് അന്ന് പോയവരൊക്കെ പിന്നീട് പോകാനിരുന്നവരുടെ ഒരു പൂർവ്വരൂപമായിരുന്നു. 12 പേരിൽ ഒരുവൻ യൂദാസ് കർത്താവുമായിട്ട് തെറ്റിപ്പിരിയുന്നത് കുർബാനയെക്കുറിച്ചുള്ള പ്രബോധനം സ്വീകരിക്കാൻ പറ്റാഞ്ഞിട്ടാണ്. യോഹന്നാൻ 6:70-71 നിങ്ങൾ 12 പേരെ ഞാൻ തെരഞ്ഞെടുത്തില്ലേ, നിങ്ങളിൽ ഒരുവൻ പിശാചാണ്. അതുകൊണ്ടാണ് പിന്നീട് കുർബാന സ്ഥാപിക്കുന്ന മേശയിൽ വെച്ചിട്ടാണ് അവൻ എഴുന്നേറ്റ് പോകുന്നത് കർത്താവിന് ഒറ്റിക്കൊടുക്കാൻ. തെറ്റിപ്പിരിഞ്ഞത് കുർബാനയെക്കുറിച്ചുള്ള പ്രസംഗത്തിന്റെ സമയത്ത്, ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രസംഗത്തിന്റെ സമയത്ത്. ആ ജീവന്റെ അപ്പം സ്ഥാപിക്കുന്ന സമയത്ത് അവൻ എഴുന്നേറ്റ് പോയി. അപ്പോൾ രാത്രിയായിരുന്നു. കുർബാനയുമായിട്ട് ബന്ധപ്പെട്ടാണ് യൂദാസ് തെറ്റിപ്പിരിഞ്ഞു പോയത് കർത്താവുമായിട്ട്. അപ്പോൾ ഈ പ്രൊട്ടസ്റ്റന്റുകാർ, യഹോവ സാക്ഷികൾ, പെന്തക്കോസ്തക്കാർ, പിന്നെ ദൈവസഭക്കാർ, ബോൺ അഗെയിൻ ക്രിസ്ത്യൻസ്, എംപറർ ഇമ്മാനുവൽ, ഇവരെല്ലാവരും കത്തോലിക്ക സഭയിൽ നിന്ന് പോയതിൻ്റെ പൂർവ്വരൂപം യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ കിടപ്പുണ്ട്. 6-ാമത്തെ അധ്യായം 60 മുതൽ 71 വരെ വായിച്ചാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ രംഗങ്ങളൊക്കെ അവിടെ കാണാം. അവരെല്ലാവരും തിരിച്ചു വന്നില്ലെങ്കിൽ ഈ യൂദാസിനെ പോലെ നശിച്ചു പോകാൻ കോപ്പ് കൂട്ടി നടക്കുന്നവരാണെന്ന് കർത്താവ് പറയും. ഞാൻ പറഞ്ഞു വന്നത്, ഈ കർത്താവ്
സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നത് കണ്ടു. അവരോട് പറഞ്ഞു, ഞാൻ ലോകാവസാനം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അതും വെറുതെ ഒരു സാന്നിധ്യമല്ല, മൂർത്ത രൂപത്തിൽ, കൗതാശിക രൂപത്തിൽ സഭയിലും പള്ളിയിലും അവരിൽ വിശ്വസിക്കുന്നവരിലും ഉണ്ടാകും. അതൊരു വളരെ കോൺക്രീറ്റ് ആയിട്ടാണ്, മൂർത്തമായ രൂപത്തിൽ. അന്ന് കർത്താവിനെ കണ്ടവർക്ക് അവനെ തൊടാം, അവനെ കേൾക്കാം. ഇന്നും കർത്താവിനെ തൊടാം. അന്ന് ശിമിയോൻ കർത്താവിനെ കൈകളിലെടുത്തു. ഇന്ന് ചിലര് കുർബാന കൈകളിൽ സ്വീകരിക്കുന്നു. അന്ന് മനുഷ്യാവതാരം ചെയ്തപ്പോൾ എന്തെല്ലാം ആനുകൂല്യങ്ങൾ അന്നത്തെ തലമുറയ്ക്ക് കൊടുത്തോ, ആ ആനുകൂല്യങ്ങളെല്ലാം എല്ലാ തലമുറകൾക്കും കിട്ടാൻ വേണ്ടിയാണ് അവൻ കൂദാശകൾ സ്ഥാപിച്ചത്. അപ്പൊ കൗതാശികമായ രീതിയിലാണ് ലോകാവസാനം വരെ അവൻ നമ്മോട് കൂടി ആയിരിക്കുന്നത്. ഇതവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് അവര് അത്യന്തം ആഹ്ലാദത്തോടെ ജെറൂസലേമിലേക്ക് മടങ്ങിയത്. തങ്ങൾ അകന്നു പോയത് കൊണ്ടാൽ വിഷാദിച്ച് ദുഃഖിച്ച് അങ്ങനെയല്ല. അവൻ ഉയർത്തപ്പെട്ട ഇടം, ദൈവത്തിന്റെ വലത്ത് ഭാഗത്തുള്ള ഇടം, അവന്റെ പുതിയ ജനസിൽപ്പെട്ട സാന്നിധ്യമാണ്. പുതിയ ജനസിൽപ്പെട്ട സാന്നിധ്യം കർത്താവിന്റെ മനുഷ്യാവതാരത്തിന് മുമ്പുള്ള സാന്നിധ്യം പോലെയല്ല അവന്റെ ഉത്ഥാനത്തിന് ശേഷമുള്ള സാന്നിധ്യം. പുതിയ തരത്തിലുള്ള സാന്നിധ്യമാണ്. ദൈവം സർവ്വവ്യാപി അല്ലേ എന്ന് ചോദിക്കുന്നവര് ദൈവത്തിന്റെ മനുഷ്യാവതാരമാണ് നിഷേധിക്കുന്നത്. ദൈവത്തിന് മാത്രം സാധ്യമായ സാമീപ്യ സാന്നിധ്യത്തിന്റെ വിധത്തില് യേശു ഇപ്പോൾ അവരുടെ ഇടയിൽ ഈ ലോകത്ത് നിത്യമായി സന്നിഹിതനാണെന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് സ്വർഗാരോഹണത്തിന് ശേഷമുള്ള ശിഷ്യന്മാരുടെ ആഹ്ലാദ പ്രകടനം. പ്രപഞ്ചത്തിന്റെ ഏതോ നോക്കത്താ ദൂരത്തേക്കുള്ള ഒരു മൂലയിലേക്കല്ല അവൻ പോയത്, മറിച്ച് സ്ഥായിയായ ആനന്ദത്തിന്റെ ഉറവിടമായി തീരുന്ന വിധത്തിൽ ശിഷ്യന്മാർ അനുഭവിക്കുന്ന കാലദേശങ്ങളിലുള്ള തുടർച്ചയായ ദിവ്യ സാമീപ്യമാണത്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു വാക്കുകൂടിയുണ്ട്. സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. അതിനുള്ള ഗ്രീക്ക് വാക്ക് ലൂക്ക 24:51 അനാഫെറോ. ബലി സമർപ്പിക്കുക, നയിക്കുക, എടുക്കപ്പെടുക, ഭാരം വഹിക്കുക, ഉന്മൂലനം ചെയ്യുക എന്നെല്ലാം അർത്ഥമുള്ള വാക്കാണിത്. ലിറ്റർജി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന അനാഫറയുടെ ക്രിയാരൂപമാണ് അനാഫെറോ. സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എന്നതിന് ലൂക്കാസ് ഉപയോഗിക്കുന്ന വാക്ക് അനാഫെറോ. അതിൽ നിന്നാണ് നമ്മൾ കുർബാനയുടെ ഈ ബേമയിൽ നിന്ന് ബലിപീഠത്തിലേക്ക് കയറിയുള്ള ഭാഗം, അത് അനാഫറ എന്ന് പറയും. ആ അനാഫറ എന്നുള്ള വാക്ക് ഈ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എന്ന വാക്കിൽ നിന്ന് വരുന്നതാണ്. യേശു സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുന്നത് പുരോഹിതനും ബലിവസ്തും എന്ന നിലയിൽ സകലരുടെയും പാപങ്ങൾ ഉന്മൂലനം ചെയ്ത, പാപം ഏറ്റെടുത്ത ദിവ്യ കുഞ്ഞാട് എന്ന നിലയിലാണ്. അവിടെയാണ്, സ്വർഗത്തിലാണ് ദിവ്യ കുഞ്ഞാടിന്റെ കല്യാണ വിരുന്ന്. വെളിപാട് 19-ാം അധ്യായം. അപ്പോൾ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എന്നുള്ളത് അനാഫറയാണ്. പുരോഹിതനും ബലിവസ്തും എന്ന നിലയിലാണ് അവൻ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുന്നത്. അവിടെ നടക്കുന്ന ലിറ്റർജിയുടെ മുൻ ആസ്വാദനമാണ് വിശുദ്ധ കുർബാന. സ്വർഗത്തിൽ നടക്കുന്ന ദിവ്യ കുഞ്ഞാടിന്റെ കല്യാണ വിരുന്നിൽ നടക്കുന്ന ലിറ്റർജിയുടെ മുൻ ആസ്വാദനമാണ് വിശുദ്ധ കുർബാന. ഇത് മനസ്സിലാക്കാൻ നമുക്ക് നടപടിഗ്രന്ഥത്തിലെ ആദ്യത്തെ വാക്യങ്ങൾ കൂടി ഒന്ന് കേൾക്കാം. ഇത് പറഞ്ഞതിന് ശേഷം അവർ കാണുകെ അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു. അവൻ പോകുന്ന നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ ഇത് വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്ന് പറഞ്ഞു, അല്ലയോ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. ആ വാക്കുകൾ ഒന്നുകൂടി കേൾക്കാം. നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. കണ്ടതുപോലെ തന്നെ. യേശുവിന്റെ 2ാമത്തെ വരവിന്റെ രീതിയും ജാമ്യവുമാണ് കർത്താവിന്റെ സ്വർഗാരോഹണം എന്ന വേർപാടിന്റെ രീതി. ആ വാക്ക് ഞാൻ ഒന്നുകൂടി വായിക്കാൻ ആഗ്രഹിക്കുന്നു. യേശുവിന്റെ 2ാമത്തെ വരവിന്റെ രീതിയും ജാമ്യവുമാണ് യേശുവിന്റെ വേർപാടിന്റെ ഈ രീതി. വിശുദ്ധർക്ക് തങ്ങളുടെ ഭാഗധേയം കൊടുക്കാൻ വേണ്ടി യേശുവിനെ വീണ്ടും കൊണ്ടുവരുന്നത് ഇപ്പോൾ അവനെ കൊണ്ടുപോകുന്ന അതേ മേഘമായിരിക്കും. അല്ലേ? അവിടെ പറഞ്ഞിട്ടില്ലേ, ഒരു മേഘം അവന് മൂടിയിട്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞില്ലേ? അതേ മേഘമാണ് അവന് വീണ്ടും കൊണ്ടുവരിക. 1 തെസ്സലോനിക്കക്കാർക്കുള്ള 1-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം
14-17 വാക്യങ്ങൾ. ജീവിക്കുന്നവരെയും മരിച്ചവരും വിധിക്കാനായി ക്രിസ്തു തേജസ്സിൽ വീണ്ടും വരുമെന്ന് സഭയുടെ ഏറ്റവും ആദ്യത്തെ വിശ്വാസ പ്രമാണങ്ങൾ സമർത്ഥിക്കുന്നു. കത്തോലിക്ക സഭയുടെ മതബോധനം 678-679. ക്രിസ്തീയ വിശ്വാസ പ്രഘോഷണത്തിന്റെ രണ്ടാമത്തെ നെടുന്തൂണാണ് ക്രിസ്തുവിന്റെ തിരിച്ചുവരവിലുള്ള ഈ വിശ്വാസം. മാംസം ധരിച്ചവൻ, തന്റെ മനുഷ്യത്വം നിത്യമായി സൂക്ഷിക്കുന്നവൻ, മനുഷ്യർക്ക് ദൈവത്തിൽ ഒരു ഇടമൊരുക്കി അത് തുറന്നു തന്നവൻ, ദൈവത്തിലുള്ള ഒരു തുറന്ന സ്ഥലത്തേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നവൻ, അങ്ങനെ അന്ത്യത്തിൽ ദൈവം സകലതിലും സകലതുമാകാൻ ഇടയാക്കുന്നവൻ, തന്നിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ട പ്രപഞ്ചത്തെ യാഗമാനം പിതാവിന് കൈമാറുന്ന പുത്രനാണ്. 1 കൊരിന്തോസ് 15-20-28. ചുരുക്കത്തില് യേശുവിന്റെ സ്വർഗാരോഹണവും ദ്വിതീയ ആഗമനവും തമ്മിൽ സാമ്യമുണ്ട്. ഇവ രണ്ടിനും ഇടയിലുള്ള സഭയുടെ കാലയളവാണ് യുഗാന്ത കാലഘട്ടം. യേശുവിന്റെ കാലയളവിന്റെ സമാപ്തിയാണ് അവന്റെ സ്വർഗാരോഹണമെങ്കിൽ സഭയുടെ കാലയളവിന്റെ പരിസമാപ്തിയാണ് യേശുവിന്റെ രണ്ടാമത്തെ വരവ്. ആദ്യത്തേത് രണ്ടാമത്തെ വരവിനെ മുൻകൂട്ടി കാണുന്നു. അതിനാൽ യേശുവിന്റെ സ്വർഗത്തിലേക്കുള്ള വിടവാങ്ങലിന്റെ രീതി തന്നെയാണ് ഭാവിയിൽ അവന്റെ തിരിച്ചു വരവിന്റെ ഈടും രീതിയും ജാമ്യവും. യേശുവിന്റെ സ്വർഗത്തിലേക്കുള്ള വിടവാങ്ങലിന്റെ രീതി തന്നെയാണ് ഭാവിയിലെ അവന്റെ തിരിച്ചു വരവിന്റെ ഈടും ജാമ്യവും രീതിയും. അവൻ പോയതുപോലെ തന്നെയാണ് തിരിച്ചു വരിക. അവന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയ മേഘം തന്നെയാണ് വിശുദ്ധരെ വീണ്ടെടുക്കാനായി അവന് തിരിച്ചു കൊണ്ടുവരിക. അപ്പോൾ ആ സ്വർഗത്തിലേക്ക് പോയ കർത്താവിനെ നോക്കി അവന് തിരിച്ചു വരവിനെ നോക്കി പാർത്തിരുന്നല്ലേ സഭയുടെ കാലയളവ്, യുഗാന്ത കാലയളവ് ചെലവഴിക്കേണ്ടത്? അങ്ങോട്ട് നോക്കിയിട്ടല്ലേ വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടത്? സ്വർഗത്തിലേക്ക് നോക്കേണ്ട കാര്യമില്ല എന്ന് ഈ മൽപ്പാനച്ചന് പറയാൻ എങ്ങനെ കഴിയും? ഈ തിരുവചനങ്ങൾ എല്ലാത്തിനും നിഷേധിക്കേണ്ടി വരില്ലേ അദ്ദേഹത്തിന്? അത് ശരിയാണോ? ഇന്നലെ പറഞ്ഞ കാര്യം ഒന്ന് ആവർത്തിക്കുകയാണ്. സ്വർഗം മുകളിലുള്ള താഴെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ് അതുകൊണ്ട് സ്വർഗത്തിലേക്ക് മുകളിലേക്ക് നോക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ കാണുന്ന എന്താണ്? യോഹന്നാൻ 17:1 യേശു സ്വർഗത്തിലെ കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു, പിതാവേ. ഇപ്പൊ നമ്മൾ കാണുന്നു ഈ ടെക്സ്റ്റുകളൊക്കെ, ഞാൻ ഇന്ന് വായിച്ച ടെക്സ്റ്റുകളൊക്കെ യേശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നു. സ്വർഗം മുകളിലല്ലെങ്കിൽ ആരോഹണം ചെയ്യേണ്ട കാര്യമുണ്ടോ? തീർച്ചയായിട്ടും ഇതെല്ലാം പ്രതീകാത്മക ഭാഷ കൂടിയാണ്. പക്ഷെ യാഥാർത്ഥ്യത്തിനകത്ത് ഇല്ലേ? യാഥാർത്ഥ്യമില്ലേ? ശാസ്ത്രബോധമില്ലാത്തത് കൊണ്ടാണോ കർത്താവ് ഇങ്ങനെ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തത്? ഈ കിഴക്കും പടിഞ്ഞാറും ഇല്ല, മുകളും അടിയില്ല, അപ്പോൾ സ്വർഗത്തിലേക്ക് അവരോഹണം ചെയ്തെന്ന് പറയായിരുന്നില്ലേ? സ്വർഗത്തിലേക്ക് താഴോട്ട് പോയെന്ന് പറയായിരുന്നില്ലേ? അല്ലെങ്കിൽ സ്വർഗം മുകളിലല്ല താഴെയുമല്ല, അവൻ മറ്റുള്ളവരുടെ ഇടയിലേക്ക് അങ്ങ് കിഴിഞ്ഞു പോയി എന്ന് പറയായിരുന്നില്ലേ? ഇതൊന്നും പറയാതെ ബൈബിളിൽ തന്നെയാണ് ആരോഹണം ചെയ്തെന്ന് പറയണേ. അതിനാൽ ദൈവിക സാന്നിധ്യം തേടി ഏതെങ്കിലും ഒരു ദിക്കിലേക്കല്ല, ഓരോ വ്യക്തിയുടെയും സമൂഹത്തിന്റെയും ഉള്ളിലേക്കാണ് യാത്ര ചെയ്യേണ്ടതെന്ന മൽപ്പാനച്ചന്റെ പ്രസ്താവന ക്രൈസ്തവ വിശ്വാസത്തിന് ചേരുന്നതല്ല. ദൈവിക സാന്നിധ്യം തേടി ഏതെങ്കിലും ഒരു ദിക്കിലേക്കല്ല, ഓരോ വ്യക്തിയുടെയും സമൂഹത്തിന്റെയും ഉള്ളിലേക്കാണ് യാത്ര ചെയ്യേണ്ടത് എന്ന മൽപ്പാനച്ചന്റെ പ്രസ്താവന ക്രൈസ്തവ വിശ്വാസത്തിന് ചേരുന്നതല്ല. അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് ചേരുന്നതാണ്. ഇനി ഞാൻ തുടർച്ചയായ ടോക്കുകളൊന്നും ഓർക്കണേ, മുമ്പത്തെ ടോക്കുകൾ കേട്ടാലേ മനസ്സിലാകുള്ളൂ. ഈ സ്വർഗീയ തീർത്ഥാടനവും പിന്നെ സമൂഹത്തിലേക്ക് നോക്കലും, ഇങ്ങനെ 2 മാനങ്ങളും വേണമെന്നാണ് മൽപ്പാനച്ചൻ പറയണേ. ആ 2 മാനങ്ങളും വേണമെന്നുള്ള അച്ഛൻ്റെ വാക്കുകൾ സ്വീകരിച്ചാൽ തന്നെ അതിന് ഏറ്റവും നല്ല മഹത്തായ മാതൃകയല്ലേ ഏകീകൃത കുർബാന? വചന ശുശ്രൂഷ ഈ സമൂഹത്തിൻ്റെ ഉള്ളിലേക്കും ഓരോ വ്യക്തിയുടെയും ഉള്ളിലേക്ക് യാത്ര ചെയ്യുന്നു വചന ശുശ്രൂഷ. പിന്നെ സ്വർഗാരോഹണം ചെയ്ത കർത്താവിലേക്ക്, അവിടുന്ന് തിരിച്ചു വരാനുള്ള കർത്താവിലേക്ക് നോക്കി നിൽക്കുന്നു അനാഫറ. രണ്ടും ചേർന്ന ഏറ്റവും നല്ല രീതിയല്ലേ ഏകീകൃത കുർബാന? അത് സ്വീകരിക്കാൻ വിമത വൈദികരോട് ആവശ്യപ്പെടുകയല്ലേ മൽപ്പാനച്ചൻ പറയേണ്ടത്? അല്ലാതെ ഈ ഇത്രയും വർഷങ്ങളായിട്ട് 86 മുതലെങ്കിലും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ കുർബാന അതെല്ലാം തിരുത്തി 34 രൂപതകളും തിരുത്തുക എന്ന് പറയുകയാണോ മര്യാദ? 35 രൂപതകളിൽ 34 രൂപതകളും സ്വീകരിച്ചു കഴിഞ്ഞു. ആ 34 രൂപതകളും തിരിഞ്ഞു പോകണം, പുറകോട്ട് പോകണം. ഈ വിമതര് മാത്രം പറയുന്ന ഇത് സ്വീകരിക്കാൻ വേണ്ടി അവരെല്ലാവരും ഏകീകൃത കുർബാന അവസാനിപ്പിക്കണം എന്ന് പറയാൻ മൽപ്പാനച്ചന് ഉളുപ്പ് തോന്നണില്ലേ? നാണം തോന്നണില്ലേ? തിരുവചനങ്ങളെ വ്യഭിചരിക്കാൻ ആരാണ് അച്ഛന് അനുവാദം നൽകിയത്?